അനന്തശായി ബാലസദനത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ രാകേഷ് അവർകൾ, ഇതിൻ്റെ സെക്രട്ടറി, എൻ്റെ അഭിവന്യ സുഹൃത്ത് ശ്രീ സുരേഷ് ജി, മറ്റൊരു പ്രിയങ്കരനായ സുഹൃത്ത് ശ്രീ സുധീഷ് ബാബു, അഡ്വക്കേറ്റ് ഗീത അവർകൾ, പ്രിയമുള്ള കുട്ടികളെ, രക്ഷകർത്താക്കളെ, നമ്മൾ വളരെ വൈകിയാണ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ, ചാരിയിരിക്കുന്ന ആളിൻ്റെ വരെ പൂർണ്ണമായ ശ്രദ്ധ ഞാൻ ആവശ്യപ്പെടുകയാണ്. മൊബൈൽ കയ്യിലുള്ളവർ അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം മ്യൂട്ട് ചെയ്തതല്ല, ഓഫ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടയ്ക്ക് മൊബൈൽ റിങ് ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ക്രിസ്മസാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ മഹോജ്വലമായ ഓർമ്മകൾ അലയടിക്കുന്ന ദിവസം. ക്രിസ്മസിൻ്റെ സന്ദേശം എന്താണ്? സ്നേഹമാണ്. സ്നേഹമാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. പരിശുദ്ധമായ സ്നേഹം, കലർപ്പില്ലാത്ത സ്നേഹം, ഉപാധികളില്ലാത്ത സ്നേഹം. അതാണ് ക്രിസ്മസ്. കാരണം സ്നേഹത്തിൻ്റെ പ്രതിപുരുഷനായിരുന്നു ക്രിസ്തു. ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു ചെറിയ സംഭവം പറയാം. നിങ്ങൾ ഡാവിഞ്ചിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോകപ്രശസ്തനായ ചിത്രകാരൻ ഡാവിഞ്ചി. എന്താണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്? ലിയനാർഡോ ഡാവിഞ്ചി. ഈ ഡാവിഞ്ചിയുടെ പ്രശസ്തമായ ഒരു ചിത്രമുണ്ട്. എന്താണത്? ലാസ്റ്റ് സപ്പർ, അവസാനത്തെ അത്താഴം. ക്രിസ്തുവും ശിഷ്യന്മാരും കൂടെ ചേർന്ന് അവസാനമായി കഴിച്ച അത്താഴം. ആ ചിത്രം ക്രൈസ്തവ ദേവാലയങ്ങളിൽ മാത്രമല്ല, ക്രൈസ്തവ ഭവനങ്ങളിൽ മാത്രമല്ല, സ്നേഹത്തിൻ്റെ അല അടിക്കുന്ന ഹൃദയങ്ങളിൽ പോലും ഡാവിഞ്ചി വരച്ച ആ ചിത്രമുണ്ട്, ക്രിസ്തുവിൻ്റെ ചിത്രം. പക്ഷേ ക്രിസ്തുവിനെ വരയ്ക്കാൻ വേണ്ടി ഡാവിഞ്ചി ഒരുപാട് ആളുകളെ തേടി അലഞ്ഞു. ഇന്നത്തെ കാലമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമല്ല. ചിത്രകലയുടെ ആദിമകാലത്തെ ഒരു സംവിധാനത്തിൽ ഒരാളെ വരയ്ക്കണമെങ്കിൽ അതിനൊരു മോഡൽ വേണം, അല്ലേ? രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾക്കെല്ലാം മോഡലുകൾ ഉണ്ടായിരുന്നു. സുന്ദരിമാരുടെ ചിത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ അക്കാലത്ത് ജീവിച്ചിരുന്ന സുന്ദരിമാരെ തിരഞ്ഞെടുത്ത് അവരെ ഇങ്ങനെ നിർത്തി അവരുടെ നോക്കി വരയ്ക്കുന്ന ഒരു പഴയ രീതിയാണത്. ഇവിടെ ആരെയാണ് വരയ്ക്കേണ്ടത്? ക്രിസ്തുവിനെയാണ് വരയ്ക്കേണ്ടത്. ക്രിസ്തുവിനെ വരയ്ക്കാൻ വേണ്ടി ഒരു മോഡൽ തേടി ഡാവിഞ്ചി ഒരുപാട് പേരെ പരീക്ഷിച്ചു നോക്കി. അവസാനം പള്ളിയിലെ ഗായിക സംഘത്തിലെ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി. ആ ചെറുപ്പക്കാരൻ്റെ പ്രത്യേകത എന്തായിരുന്നെന്നോ? ആ ചെറുപ്പക്കാരൻ്റെ മുഖം നിഷ്കളങ്കമായിരുന്നു, സ്നേഹം കൊണ്ട് ദീപ്തമായിരുന്നു, കണ്ണുകളിൽ കാരുണ്യത്തിൻ്റെ മുഗ്ധമായ സൗന്ദര്യമുണ്ടായിരുന്നു. അയാൾ ഒരു വിശുദ്ധ കഥാപാത്രം പോലെ ഡാവിഞ്ചിക്ക് തോന്നി. നിഷ്കളങ്കനായ, സ്നേഹസ്വരൂപനായ ഒരു ചെറുപ്പക്കാരൻ, അവിടുത്തെ ഗായിക സംഘത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ. അയാളുടെ പേര് പിയത്രോ ബാന്തിനെല്ലി എന്നാണ്. വല്ലാത്തൊരു പേര്, പിയത്രോ ബാന്തിനെല്ലി. പിയത്രോ ബാന്തിനെല്ലിയെ ഡാവിഞ്ചി തിരഞ്ഞെടുത്തു. അയാളെ നിർത്തി ക്രിസ്തുവിൻ്റെ ഭാഗം വരച്ചു. മനോഹരമായിരുന്നു. ആ ചിത്രം ജീവിക്കുന്നു ഇപ്പോഴും. ഡാവിഞ്ചി വരച്ച ലാസ്റ്റ് സപ്പർ എന്ന ചിത്രം ദേവാലയങ്ങളിലും മനുഷ്യ മനസ്സുകളിലും സ്ഥിരപ്രതിഷ്ഠ നേടിയിരിക്കുന്നു. വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിന് ഈ
ആ സപ്പറിൽ പങ്കെടുത്ത ശിഷ്യന്മാരെ കൂടി വരയ്ക്കേണ്ടതുണ്ടായിരുന്നു. അവരെയും ഓരോ ആളുകളെ കണ്ടെത്തി വരച്ചു. അതിൽ 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 ഇവിടെ ശ്രദ്ധിക്കണം, അനങ്ങരുത്. അതിൽ ഒരു ശിഷ്യൻ വളരെ പ്രാധാന്യമർഹിക്കുന്നു. ആ സപ്പറിൽ പങ്കെടുത്ത ശിഷ്യന്മാരിൽ ഒരാൾ വളരെ പ്രാധാന്യമർഹിക്കുന്നു. ആരാണത്? ആരാണ്? യൂദാസ്. ജൂദാസ് എന്നും പറയുന്ന യൂദാസ്. യൂദാസിനെ വരയ്ക്കുന്നതോടുകൂടി ഡാവിൻസിയുടെ ദൗത്യം പൂർത്തിയാവുകയാണ്. യൂദാസിനെ വരയ്ക്കാൻ ഒരാളിനെ കിട്ടണ്ടേ? യൂദാസ് ചില്ലറക്കാരനല്ല. യൂദാസാണ് ക്രിസ്തുവിനെ ഒറ്റുകൊടുത്തത്. വഞ്ചകനായ യൂദാസ്, അല്ലേ? ക്രൂരനായ യൂദാസ്, ദുഷ്ടനായ യൂദാസ്. ഇയാളോട് എഴുന്നേറ്റേക്കാൻ പറഞ്ഞില്ലല്ലോ. യൂദാസിന്റെ കാര്യമല്ലേ പറയുന്നത്? ദുഷ്ടനായ യൂദാസ്. അയാളെ വരയ്ക്കണമെങ്കിൽ അതുപോലൊരു കഥാപാത്രത്തെ കണ്ടെത്തണം. കുട്ടികളെ, പ്രിയമുള്ളവരെ, 10 വർഷം ഡാവിൻസി അലഞ്ഞു നടന്നു യൂദാസിനെ കണ്ടെത്താൻ. അവസാനം ഒരു കാരാഗ്രഹത്തിൽ വെച്ച് അദ്ദേഹം യൂദാസിന്റെ മുഖച്ഛായ ഉള്ള ഒരാളെ കണ്ടെത്തുകയാണ്. കുറ്റവാളിയായ ഒരാൾ, പ്രിസണർ, ജയിലിൽ കിടക്കുന്നു. ജീവിതം നഷ്ടപ്പെട്ടവൻ, കൊടും ക്രൂരതകൾ ചെയ്തവൻ, എല്ലാം തകർന്നവൻ, എല്ലാം നഷ്ടപ്പെട്ടവൻ ജയിലിൽ കണ്ടം സെല്ലിൽ കിടക്കുന്നു. അയാളെ കണ്ടപ്പോൾ ഡാവിൻസിയുടെ മനസ്സ് പറഞ്ഞു, ഇയാളെയാണ് ഞാൻ തേടി നടന്നത്, ഇയാളെയാണ് ഞാൻ തേടി നടന്നത്. അദ്ദേഹം അയാളെ മോഡലാക്കുകയാണ്. അയാളെ നിർത്തിക്കൊണ്ട് പടം വരച്ചു. ആരുടെ പടം? ജൂദാസിന്റെ പടം വരയ്ക്കുകയാണ്. ദിവസങ്ങൾ കടന്നു പോകുന്നു. പടം പൂർത്തിയായപ്പോൾ ജൂദാസ് തന്നെ, ഒറിജിനൽ ജൂദാസ്, ഒറിജിനൽ ജൂദാസ്. വളരെ ക്രിസ്തുവിനെ വരച്ചപ്പോൾ എത്ര പൂർണ്ണതയുണ്ടായിരുന്നു, അതിനേക്കാൾ 1% കൂടി പൂർണ്ണതയോടെ ജൂദാസ് പുനരാവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് വളരെ ആത്മസംതൃപ്തി തോന്നി. ആത്മസംതൃപ്തിയോടെ തൻ്റെ മോഡലിനെ അദ്ദേഹം നോക്കുമ്പോൾ മോഡൽ കരയുകയാണ്. അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാലുകൾ ഒഴുകുകയാണ്. വല്ലാതെ കരയുന്നു. ഡാവിൻസി ആ ബ്രഷോടുകൂടി അയാളുടെ അടുത്ത് ചെന്നു. എന്തു പറ്റി പിയത്രോ? എന്താ നിങ്ങൾ കരയുന്നത്? എന്തു പറ്റി? പിയത്രോ പറഞ്ഞു, അങ്ങക്കെന്നെ മനസ്സിലായില്ലേ? അങ്ങക്കെന്നെ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങ് കാരാഗ്രഹത്തിൽ വന്നപ്പോൾ എന്നെ തറപ്പിച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങക്കെന്നെ മനസ്സിലാകുമെന്ന്. ഇവിടെ വന്ന് വര തുടങ്ങിയപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചു ഏതെങ്കിലും ഒരു നിമിഷം അങ്ങനെ തിരിച്ചറിയുമെന്ന്. പടം പൂർത്തിയായിരിക്കുന്നു. അങ്ങക്ക് സന്തോഷമായല്ലേ? അങ്ങക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായില്ല അല്ലേ? ഞാനാണ് പിയത്രോ. എന്നെയാണ് 10 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ക്രിസ്തുവായി വരച്ചത്. ഡാവിൻസി അത്ഭുതപ്പെട്ടു പോയി. ഡാവിൻസി വല്ലാതെ ഷോക്ക്ഡായിപ്പോയി. 10 വർഷം മുമ്പ് ആരെ നോക്കി ക്രിസ്തുവിൻ്റെ ചിത്രം പൂർത്തിയാക്കിയോ, 10 വർഷങ്ങൾക്ക് ശേഷം അയാൾ യൂദാസിന്റെ രൂപത്തിൽ പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നിഷ്കളങ്കതയിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ പവിത്രമായ സ്നേഹത്തിൽ നിന്ന് അയാൾ ചെന്നെത്തിയിരിക്കുന്നത് വഞ്ചനയുടെയും ക്രൂരതയുടെയും ബീഭത്സതയുടെയും മൂർത്തിമത് ഭാവമായിട്ടാണ്. എങ്ങനെ ഇത് സംഭവിച്ചു? ഞാൻ നിങ്ങളോട് ഈ ക്രിസ്മസ് ദിനത്തിൽ നൽകാൻ, തുടക്കത്തിൽ ആമുഖമായി നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം അതാണ്. നമ്മൾ വിചാരിച്ചാൽ നമ്മൾക്ക് ക്രിസ്തുവിനെ പോലെ സത്യസന്ധനായ, നിഷ്കളങ്കനായ, ആദർശധീരനായ ഒരാളായിത്തീരാം. നമ്മൾ കുമാർഗങ്ങളിലൂടെ, അസാൻമാർഗികമായ വഴിത്താരകളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ജൂദാസുമായി തീരാം. നിങ്ങൾക്ക് ഏതാവണം എന്ന തീരുമാനം ഇന്ന് ശക്തമായി നിങ്ങൾ കൈക്കൊള്ളണം. നമുക്ക് ആരാകണം? പറയൂ, ആരെപ്പോലെ ആകണം? ക്രിസ്തുവിനെ പോലെ നിഷ്കളങ്കനായ. എന്താ ഒരു ശക്തിയില്ലാത്ത എതിരഭിപ്രായം ഉണ്ടോ? ആരാവണം? ഒന്നുകൂടെ ക്രിസ്തുവിനെ പോലെ ആകണമെങ്കിൽ മനുഷ്യന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, വേദന അനുഭവിക്കുന്നതിന് വേണ്ടി, പതിതർക്ക് വേണ്ടി, അവശർക്ക് വേണ്ടി, ആർത്തർക്ക് വേണ്ടി, ആലംബഹീനർക്ക് വേണ്ടി
അവശന്മാർക്ക് വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും മനസ്സുകൊണ്ട് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു നല്ല നാളെയുടെ വക്താക്കളും അതിൻ്റെ ഭടന്മാരും അതിൻ്റെ മാതൃകാ പൗരന്മാരുമാകണമെങ്കിൽ നമ്മൾ ഈ നിമിഷം മുതൽ നല്ല വഴികളിലൂടെ, നല്ല ചിന്തകളിലൂടെ, നല്ല വഴിത്താരകളിലൂടെ എല്ലാ ഗുരുക്കന്മാരെ ബഹുമാനിച്ചുകൊണ്ട് അവർ പറയുന്നതെല്ലാം കൃത്യമായി അനുഷ്ഠിച്ചുകൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ പോലെ നല്ല മനുഷ്യനാകാൻ കഴിയും. എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ക്രിസ്മസിനെ കുറിച്ചതെല്ലാം പറഞ്ഞെങ്കിലും എനിക്ക് വളരെ സന്തോഷമാണ്. സാറ് പറഞ്ഞു പിന്നെ ഇതുപോലൊരു ചെറിയ സദസ്സായി പോയെന്നൊക്കെ. പക്ഷേ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു. കാരണം മോഡൽ സ്കൂളിൽ, ഞാൻ അവിടെയാണ് പഠിച്ചത്, ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിൽ. മോഡൽ സ്കൂളിൽ 3ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, ഞങ്ങൾക്കൊരു സാറുണ്ടായിരുന്നു. ആ സാറിനെ കുറിച്ച് ഞാൻ പോകുന്നിടത്തെല്ലാം മിക്കവാറും പറയാറുണ്ട്. ആ സാറിൻ്റെ പേര് ഗണേശൻ സാർ എന്നാണ്. എന്ത് നല്ല സാറാണെന്നോ. അന്നൊക്കെ ഫുൾ പീരീഡ് ഈ സാറ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ബയോളജിക്ക് പഠിപ്പിക്കാൻ ബയോളജി സാറ് വരില്ല, കെമിസ്ട്രി പഠിപ്പിക്കാൻ കെമിസ്ട്രി സാറ് വരില്ല, കണക്ക് പഠിപ്പിക്കാൻ കണക്ക് സാറ് വരില്ല. എല്ലാം 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 ഗണേശ സാറ് പഠിപ്പിക്കും. ഗണേശ സാറ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നോ വളരെ രസമായിട്ടാണ്. അദ്ദേഹം നമുക്ക് അക്ഷരങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നതിന് വേണ്ടി ചില പഴഞ്ചൊൽ പാട്ടുകളൊക്കെ പറയും. ആടുകേറാമല ആനകേറാമല 1000 കാന്താരി പൂത്തിറങ്ങി. എന്തുവാ നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ. അയാൾക്ക് ഒരു കയ്യടി കൊടുത്ത എഴുന്നേറ്റെ. ആനകേറാമല ആടുകേറാമല 1000 കാന്താരി പൂത്തിറങ്ങി എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളാണ്. അങ്ങനെ രസമുള്ള അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചൊരു ഈരടിയുണ്ട്. ഇന്ന് ഞാൻ അത് ഓർക്കുന്നു. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നതിന് ശക്തിയുണ്ടെങ്കിൽ, വ്യക്തതയുണ്ടെങ്കിൽ ഗണേശ സാറാണ് അതിന് കാരണം. അദ്ദേഹം പഠിപ്പിച്ചു, കാകൃത് കനകൃത് കാക്കേ നിന്നുടെ കൂകൃത് കുനുകൃത് കൂടവിടെ. നിങ്ങൾ പാടുവോ? കൂടെ പാടുവോ? ഈ വരികൾ ആവർത്തിക്കാമോ? ശ്രദ്ധിച്ചിരിക്കും. കാകൃത് കനകൃത് കാക്കേ നിന്നുടെ കൂകൃത് കുനുകൃത് കൂടവിടെ. അപ്പൊ കാക്ക പറയുകയാണ്, തേകൃത് തെനകൃത് തെക്കെങ്ങാണ്ടൊരു മാകൃത് മനകൃത് മാവിൻ്റെ കോകൃത് കൊനകൃത് കൊമ്പത്ത് തൂകൃത് തുനുകൃത് തൂങ്ങുന്നു. ഭക്ഷണത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. തൂകൃത് തുനുകൃത് തൂങ്ങുകയാണ് എല്ലാവരും. തൂകൃത് തുനുകൃത് തൂങ്ങുന്നു. അപ്പൊ ഈ വരികളൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമായിട്ട് ഞങ്ങൾ ക്ലാസ് പോകുന്ന സമയം പോകുന്ന ഒന്നും അറിയാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഗണേശ സാർ വന്നില്ല. സാറ് വരാത്ത ദിവസം എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ബഹളമായിരുന്നു. അങ്ങ് അറ്റത്തുള്ള ഹെഡ് മാസ്റ്ററുടെ റൂമിൽ ആരും ചെന്ന് പറഞ്ഞതല്ല, അദ്ദേഹം കേട്ടു. അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരാൾ കസേരയുടെ, സാറ് പഠിപ്പിക്കുന്ന കസേരയുടെ പുറത്ത് നിൽക്കുന്നു, വേറെ 2 പേര് ബെഞ്ചിൻ്റെ പുറത്ത് നിൽക്കുന്നു, മേശപ്പുറത്ത് നിൽക്കുന്നവരുണ്ട്, ഇരിക്കുന്നവരുണ്ട്, കിടക്കുന്നവരുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടെ എണീപ്പിച്ച് അടുത്ത ക്ലാസ്സിലോട്ട് കൊണ്ടുപോയി. അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും ബെഞ്ചിലൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ അധികം ചെന്ന് കയറിയവർക്ക് ബെഞ്ചുണ്ടോ? തറയിലിരിക്കാൻ പറഞ്ഞു. അഭയാർത്ഥികൾ തറയിലിരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ തറയിലിരുന്നു. അവിടെ പഠിപ്പിക്കുന്നത് എന്തല്ല, മലയാളമല്ല, കാകൃത കനകൃത അല്ല, പഴഞ്ചൊൽ പാട്ടുകളല്ല. ആ സാറാണെങ്കിലോ 6-6.5 അടി പൊക്കം, നല്ല കറുത്ത നിറം, തൊട്ട് കരിയെഴുതാവുന്ന തരത്തിലുള്ള നിറം, മാത്രമല്ല ശരീരാസകലം മുടി, കണ്ടിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെ ഒരു സാറ്. ഗണേശ സാറെന്ന് പറഞ്ഞാൽ നല്ല ചുരുണ്ട മുടിയും വെളുത്ത നിറവും തുടുത്ത കവിളും സ്നേഹം കഴിയുന്ന വാക്കുകളും എല്ലാമുള്ള ഗണേശ സാറിനെ കണ്ടിട്ട് ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ തല കറങ്ങി തുടങ്ങി. അവിടെ പഠിപ്പിക്കുന്നത് ആന്തരികാവയവങ്ങളെ കുറിച്ചാണ്. ആന്തരികാവയവങ്ങൾ, ബയോളജി. അത് പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ചോദ്യം ചോദിക്കുന്ന സമയത്താണ് കറക്റ്റായിട്ട് നമ്മളവിടെ ചെന്നത്. സാറ് ചോദിക്കുന്നു,
ആന്തരികാവയവങ്ങളുടെ പേര് പറയുക, ആന്തരികാവയവങ്ങളുടെ പേര് പറയുക എന്ന് പറഞ്ഞപ്പോൾ ആ ക്ലാസ്സിലുള്ള പിള്ളേർ ചാടി എഴുന്നേറ്റ് കുടൽ, കൂമ്പ്, കരളെന്നൊക്കെ വിളിച്ച് പറയുകയാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിരിക്കുകയാണ്. സാറിനെ നോക്കിയാൽ ഇരിക്കാൻ പറയും, ചോദ്യം ചോദിക്കും, അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ തട്ടിലോട്ട് നോക്കി, മറ്റവൻ തറയിലോട്ട് നോക്കി, തറയിലിരിക്കുന്നവൻ സാറിൻ്റെ ബാക്കിലുള്ള ബ്ലാക്ക് ബോർഡിൽ നോക്കി. ലൈറ്റ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ് എന്നാണ് ആര് പറഞ്ഞത്? ഐൻസ്റ്റീനോ ആരോ പറഞ്ഞു അങ്ങനെ, ലൈറ്റ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. പക്ഷെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അങ്ങനല്ല, സാറിനെ റൗണ്ട് ചെയ്ത് അങ്ങ് ബാക്കിലോട്ട് പോകും, സ്ട്രെയിറ്റ് ലൈൻ അല്ല. അങ്ങനെയൊക്കെ നോക്കിയിരിക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറിൻ്റെ കണ്ണുകൾ ഇങ്ങനെ റാഗി പറക്കുകയാണ് താഴോട്ട്. ഈ വന്നവന്മാർക്ക് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ഒരു ആന്തരികാവയവം പറയാനായിട്ട് ഇങ്ങനെ റാഗി പറക്കുമ്പോൾ ഞാൻ തട്ടിൽ നിന്ന് ചുവരിലോട്ട് മാറ്റി കണ്ണ്, തറയിൽ നോക്കിയവൻ കലണ്ടറിലോട്ട് മാറ്റി, അങ്ങനെ മാറ്റി മാറ്റിയിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ലിവിങ്സ്റ്റൺ എന്ന് പറയുന്നവൻ എൻ്റെ ഈ ഭാഗത്തിട്ട് തോണ്ടുകയാണ്. കുറച്ച് നേരമായി. അതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അവനൊരു ആന്തരികാവയവം അറിയാം. എങ്ങനെ അറിയാമോ എന്തോ, ഒരു ആന്തരികാവയവം അറിയാം. അത് അവനെ വിളിച്ച് പറയാൻ വയ്യ, ഞാൻ വിളിച്ച് പറയണമെന്ന്. ആൾ ശരിയല്ല അവൻ. അതുകൊണ്ട് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങിയിരിക്കുകയാണ്. എനിക്ക് സാറിൻ്റെ മുഖത്ത് നോക്കാനും പറ്റില്ല, യവൻ്റെ അടുത്ത് ഇരിക്കാനും ഒക്കില്ല. ആകെ ഒരു ഇല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ്. അവൻ ഇപ്പം സ്ട്രോങ് ആയിട്ടാണ് കുത്തുന്നത്. അപ്പോൾ ആകെ പ്രശ്നമായി. സാറിന് അവിടെ എന്തോ ഭൂമി കുലുക്കം ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ യവൻ്റെ കുത്ത് വളരെ സ്ട്രോങ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ അവൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ എൻ്റെ ഒരു ആന്തരിക അവയവം അവൻ വലിച്ച് വെളിയിലിടും. ആ അവസ്ഥയായി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുവാണ് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാനൊരു ആന്തരിക അവയവത്തിൻ്റെ പേര് പറയാൻ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന്. നല്ല മോശമാണ്, നമ്മൾ ക്ലാസ്സിൽ നിന്ന് ആരും വിളിച്ച് പറഞ്ഞില്ലേ മോശമാണെന്ന്. ഇത് പറഞ്ഞ് കേട്ടിട്ട് അവനത് പറഞ്ഞു, ആ ആന്തരികാവയവത്തിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ കണ്ണെടുത്തതും സാറിനെ കണ്ടു. സ്റ്റാൻഡപ്പ്, ആന്തരികാവയവത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞു. യവൻ പറഞ്ഞ ആന്തരികാവയവത്തിൻ്റെ പേര് ഞാൻ വിളിച്ച് പറഞ്ഞു. അത്രമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സാറ് കൈയോടെ തൂക്കി ബെഞ്ചിൻ്റെ പുറത്ത് നിർത്തി. ഈ ശരീരവാസകല മുടിയുള്ള സാറുണ്ടല്ലോ, മുടിയോടെ എന്നെ ഒന്നുകൂടെ ഉയർത്തി നിർത്തി അടിയും തുടങ്ങി. കാരണം അവൻ പറഞ്ഞതും ഞാൻ ഏറ്റുപറഞ്ഞതുമായ ആന്തരിക അവയവത്തിൻ്റെ പേര് ഒബ്ലാങ്കാറ്റ എന്നായിരുന്നു. മനോഹരമായ ഓർമ്മകൾ. അതുകൊണ്ടാണ് ഈ ബാല്യം കലിതാഭമായ കാലം എന്ന് പറയുന്നത്. നമ്മൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് കെമിസ്ട്രി അല്ല. നമ്മൾ കോളേജ് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് ട്രിഗ്നോമെട്രി അല്ല. നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് ആ പഠനകാലത്തുള്ള രസകരമായ ഓർമ്മകളാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല പ്രായമാണ് നിങ്ങളുടേത്, ഏറ്റവും മനോഹരമായ പ്രായമാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആരോടും ഒരു കോംപ്ലക്സും തോന്നാൻ പാടില്ല. നിങ്ങൾക്ക് ഇല്ലായ്മകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഇല്ലായ്മകളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ചിരി വരില്ല. അപ്പോൾ ഇല്ലായ്മകളെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ടാണ് ആ വെള്ള ഷർട്ടിൽ കുറുക്കെ വരെയുള്ള ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നത്. അയാൾക്ക് ഇല്ലായ്മകളെക്കുറിച്ചുള്ള ചിന്തയേ ഇല്ല. ഹലോ, ഒരു കസേര അയാൾക്ക് ഫ്രണ്ടിൽ കൊടുത്തേ. സ്റ്റാൻഡപ്പ്, അയാളെ ബാക്കി ഇരിക്കുന്ന മാറ്റിയിരുത്തു. അത് അവിടെ ഇരുന്നാൽ മതിയോ? ഇരുന്നോ. അപ്പോൾ പണ്ട് ഈ വിരലുകളില്ലേ, നമ്മുടെ വിരലുകൾ, എത്ര വിരലുകളുണ്ട്? മറ്റേ കയ്യിലോ 20 ഉണ്ടോ? 20 വിരലുള്ളവരൊന്നും എഴുന്നേറ്റ്. കാലില്ല കാര്യം ചോദിച്ചോ? 5 വിരലുകൾ അല്ലേ? ഒരു കയ്യിൽ 5 വിരലുകൾ. ഈ വിരലുകൾ തമ്മിൽ ഒരു മത്സരം നടന്നു. നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല. അറിഞ്ഞോ? വിരലുകൾ തമ്മിൽ ഒരു വലിയ മത്സരം, ഒരു വലിയ വിരലുകളുടേതായ ഒരു സമ്മേളനം നടന്നു, സംസ്ഥാന സമ്മേളനം. അവിടെ വെച്ച് ഏറ്റവും കഴിവുള്ള, ഏറ്റവും പ്രഗത്ഭനായ, കാര്യശേഷിയുള്ള വിരലിന് സമ്മാനം കൊടുക്കുന്നു. അടുത്ത ആളിന് മാറിയിരിക്കാൻ സമയമാകുന്നു. ചുവന്ന ഷർട്ട്. അപ്പോൾ വിരലുകളുടെ സമ്മേളനത്തിൽ എല്ലാ വിരലുകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് 5 വിരലുകൾ സ്റ്റേജിൽ നിന്നു. 5 വിരലുകൾ. ഓരോ വിരലും വന്ന അവരുടെ കഴിവുകളെ കുറിച്ച് പറയണം. എന്നിട്ട്
ഏറ്റവും കഴിവുള്ള ആളിനെ തിരഞ്ഞെടുക്കും. ഓരോ വിരലും വന്ന് പറയണം, സ്വയം പരിചയപ്പെടുത്തണം, എന്നിട്ട് സ്വന്തം കഴിവുകളെ കുറിച്ച് പറയണം. അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ വലിയ വലിയ ഇൻ്റർവ്യൂവിനൊക്കെ പോയാൽ നിങ്ങൾ തന്നെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയും, നിങ്ങൾ തന്നെ നിങ്ങളുടെ മെരിറ്റ് പറയൂ എന്ന് പറയും, നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത് പറയൂ, നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് പറയൂ, നിങ്ങളുടെ ദൗർബല്യങ്ങൾ എന്താണെന്നും നിങ്ങൾ തന്നെ പറയൂ എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അറിഞ്ഞിരിക്കണം, രണ്ടും നമ്മൾ പറയുകയും വേണം. ഇവിടെ ഈ ഓരോ വിരലായിട്ട് വന്നിട്ട് അവർ സ്വയം അവതരിപ്പിക്കുകയാണ്. ആദ്യം വന്ന ആരാണെന്നറിയോ? തള്ളവിരൽ. തള്ളവിരൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? പൊക്കം കുറവാണ് അല്ലേ, വണ്ണം കൂടുതലാണ്, കുറുവിയിട്ടാണ്. തള്ളവിരൽ വന്ന് മൈക്കിന് മുന്നിൽ നിന്നിട്ട് പറഞ്ഞു, ഞാനാണ് തള്ളവിരൽ എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ അമ്മയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഇവര് എന്തു തെറ്റ് ചെയ്താലും ക്ഷമിക്കുന്ന ആളാണ് ഞാൻ അല്ലേ. ഏറ്റവും അധികം ക്ഷമയുള്ളത് അമ്മയ്ക്കാണ്. അതുകൊണ്ടാണ് ക്ഷമയാ ധരിത്രി എന്ന് പറയുന്നത്. ഭൂമിയെ പോലെ ക്ഷമയാണ് അമ്മയ്ക്ക്. അപ്പം ഞാൻ തള്ളവിരലാണ്. പക്ഷേ എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും എനിക്ക് വലിയ ശക്തിയൊന്നുമില്ല എന്ന് അല്ലേ. ഞാനിങ്ങനെ വണ്ണിച്ചിട്ടാണ്, കൊളസ്ട്രോൾ കൂടിയിട്ടാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ എനിക്ക് ശക്തിയുണ്ട്, ഇവരെ പോലെ തന്നെ ശക്തിയുണ്ട്. നിങ്ങൾക്കറിയോ, ഒരു ഭാരമുള്ള വസ്തു എടുക്കുന്ന സമയത്ത്, ഏതെങ്കിലും ഭാരമുള്ള ഒരു വസ്തു എടുക്കുന്ന സമയത്ത് ഒരു വശത്ത് ഞാൻ മാത്രമാണ് പിടിക്കുന്നത്. ഇവരെല്ലാം കൂടെ അപ്പുറത്ത് കിടന്ന് പിടിയോട് പിടിയാണ്, ഒരു സൈഡ് ഞാൻ മാത്രമാണ് പിടിക്കുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് ശക്തിയുണ്ട്. ഞാൻ മാതൃത്വത്തിൻ്റെ പ്രതീകമാണ്, വാത്സല്യത്തിൻ്റെ മൂർത്തിമത്താണ്, ഞാൻ സ്നേഹത്തിൻ്റെ ആവിഷ്കാരമാണ്. ഞാൻ ഇവരുടെ എല്ലാം അമ്മയുടെ സ്ഥാനത്താണ്. നിങ്ങൾ മാതൃത്വത്തെ ബഹുമാനിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുക. തള്ളവരിൽ പോയി. പിന്നെ വന്നത് ചൂണ്ടുവിരൽ. ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞാൽ സ്മാർട്ടാണ്. ചൂണ്ടുവിരൽ വന്നങ്ങ് നിന്നു, സ്മാർട്ടായിട്ട് നിന്നു, മിടുക്കനായിട്ട് നിന്നു. ഈ ചൂണ്ടുവിരലിനെ കാണുമ്പോഴല്ലേ എനിക്ക് ഓർമ്മ വരുന്നത് മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെയാണ്. ആരാണെന്നറിയോ? അർജുനൻ ഒരു വിശേഷണമുണ്ട്, സവ്യസാചിയായ അർജുനൻ. സവ്യസാചി എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയോ? അർജുനന്റെ രണ്ട് കൈ കൊണ്ടും അസ്ത്രം നിഷ്പ്രയാസം അനായാസേന അയക്കാൻ കഴിയും. അതുകൊണ്ടാണ് അർജുനനെ സവ്യസാചി എന്ന് പറയുന്നത്. മിടുക്കനായ അർജുനനെ പോലെ ചൂണ്ടുവിരൽ വന്നു. അവൻ തുടങ്ങിയത് തന്നെ സ്മാർട്ടായിട്ടാണ്. പ്രിയമുള്ളവരെ, ഞാനാണ് ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞാൽ ഞാനാണ് ചൂണ്ടുന്ന വിരൽ. ആരും വേറെ ഒരു വിരലും വെച്ച് ചൂണ്ടില്ലല്ലോ. ഈ വിരൽ വെച്ചാൽ ഞാൻ ചൂണ്ടുവോ? ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞാൽ ഞാനാണ് ആജ്ഞാപിക്കുന്ന വിരൽ. ഇവിടെ വേണം എന്ന് പറയുന്നത് എന്നെ കാണിച്ചുകൊണ്ടാണ്. ഗെറ്റ് ഔട്ട് എന്ന് അധ്യാപകൻ ആക്രോശിക്കുന്നതും ഈ വിരലുകൊണ്ടാണ്. അല്ലാതെ ഈ വിരലുകൊണ്ട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അവൻ പോയില്ലെന്ന് എന്നല്ല, ചിലപ്പം ഒന്ന് ആലിംഗനം ചെയ്തു തന്നിരിക്കും. ഗെറ്റ് ഔട്ട് ചൂണ്ടുവിരലുകൊണ്ടാണ്. ഞാൻ ആജ്ഞാപിക്കുന്ന വിരലാണ്, അധികാരത്തിൻ്റെ വിരലാണ്, അംഗീകാരത്തിൻ്റെ വിരലാണ്. നിങ്ങൾ അധികാരത്തിൽ, ആജ്ഞയിൽ, കഴിവിൽ, പ്രാഗൽഭ്യത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുക. ചൂണ്ടുവിരൽ പൊക്കളഞ്ഞു പോയിരുന്നു. കേട്ടവർക്കൊക്കെ വലിയ അഭിപ്രായമായി, ചിലർ കൈയടിക്കുകയും ചെയ്തു. ഇതുവരെ കൈയടിക്കാത്തവർ ചൂണ്ടുവിരലിന് കൈയടിച്ചു. നിങ്ങൾ മാത്രമേ അടിക്കാതെ ഉള്ളൂ. കൈയടിച്ചു. അടുത്താൾക്ക് വരണ്ടേ? അടുത്ത് വന്നത് നടുവിരലാണ്. നടുവിരൽ വന്നങ്ങ് നിന്നു. ചില മിടുക്കരായ പ്രഭാഷകന്മാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ വന്നിട്ട് അതുവരെ പ്രസംഗിച്ചാണ്, 7 പേര് പ്രസംഗിച്ച മൈക്കാണ്. എന്നാലും ആ മൈക്കിനെ ഒന്ന് മാറ്റി, മൈക്കിൻ്റെ ഇതൊന്ന് പിടിച്ച് തട്ടി മൈക്ക് ഓപ്പറേറ്ററോട് എന്തോ പറഞ്ഞ്, അപ്പോൾ ആളുകളുടെ ശ്രദ്ധ മുഴുവൻ ഇങ്ങനെ വരും അല്ലേ. ഇതുവരെ ഒരു കുഴപ്പമില്ല പ്രസംഗിച്ചാൽ, പക്ഷെ ഇയാൾ വന്നിട്ട് ആപ്പാടെ ഒരു പ്രശ്നമാണ്. ആ സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കും. അതൊരു ട്രിക്കാണ്. നടുവിരലിന് ട്രിക്ക് അറിയാലോ. ഒന്നിങ്ങനെ നിന്നിട്ട് പറഞ്ഞു, ഞാനാണ് നടുവിരൽ. നടുവിരലെന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ, തലപ്പൊക്കമുള്ള, പ്രതാപശാലിയായ ആളാണെന്ന് ഞാൻ തന്നെ പറയണ്ടല്ലോ.
ഞാനിവിടെ ഇരുന്നപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ, ആർക്കായിരുന്നു തലയെടുപ്പ്? ആർക്കായിരുന്നു തലയെടുപ്പ്? എനിക്കല്ലേ. ഞാൻ അവരുടെ രക്ഷാധികാരിയാണ്. ഞങ്ങൾ ഒരുമിച്ച് എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ യുവമാരെന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ, ആരുടെയെങ്കിലും വണ്ടിയുടെ ടയറിന് കാറ്റൂലി വിട്ടാൽ, എല്ലാം കുറ്റം പറയാൻ ആളുകളെ അടുത്ത് വരുന്ന എൻ്റെ അടുത്താണ്. കാരണം അവർക്കറിയാം ഞാനാണ് അവരുടെ രക്ഷാധികാരി. കൂടുതൽ പറയുന്നില്ല. തലപ്പൊക്കമുള്ള, എല്ലാവരോടും ആജ്ഞാശക്തിയുള്ള രക്ഷാധികാരിയായ എന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് നന്ദി, കൃതജ്ഞത അർപ്പിക്കുന്നു. കൃതജ്ഞത ഇവിടെ പറഞ്ഞിട്ടാണ് അയാൾ പോയത്. അടുത്ത് വന്ന ആരാണ്? മോതിരവിരൽ. മോതിരവിരലെന്ന് പറഞ്ഞാൽ സത്യം പറയാമല്ലോ, ഒരു ലജ്ജാശീലനായ വിരലാണ്. ഒരുപാട് ഈ പെണ്ണുങ്ങളുടെ കൂട്ടാണ് മോതിരവിരൽ. ഭയങ്കര ലജ്ജയും, ഇപ്പോഴത്തെ അല്ല അന്നത്തെ ലജ്ജയും നാണവും ഒക്കെ കൂടെ ഒരു ആത്മവിശ്വാസക്കുറവ് പൊത്തത്തിലുണ്ട്. മോതിരവിരൽ വന്നു നിന്നു. തന്നെയുമല്ല, ഇവിടെ ഇപ്പോൾ അവതരിപ്പിച്ച തള്ളവിരലാകട്ടെ, ചൂണ്ടുവിരലാകട്ടെ, നടുവിരലാകട്ടെ, ഇവരെല്ലാം ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു അല്ലേ? അപ്പോൾ പിന്നെ ഇയാളുടെ ആത്മവിശ്വാസം എല്ലാം പോയി. പുള്ളി വന്നു നിന്നിട്ട് പറഞ്ഞു, സ്ത്രൈണതയോടെ പറഞ്ഞു, ഞാനാണ് മോതിരവിരൽ. മോതിരവിരൽ എന്ന് പറഞ്ഞാൽ മോതിരമൊക്കെ ഇടുന്ന വിരൽ എന്ന് പറഞ്ഞാൽ ഈ കല്യാണത്തിനൊക്കെ വരാനൊക്കെ മോതിരമിടുന്ന അത് എൻ്റെ വിരലിലാണ്. അല്ലാതെ ആരും തള്ളവിരലിൽ മോതിരം ഇട്ട് കൊടുത്തിട്ടില്ല. കല്യാണ മോതിരം ചെറിയ വിരലിലും ഇട്ട് കൊടുത്തിട്ടില്ല. എൻ്റെ വിരലിലാണ് ഇടുന്നത് മോതിരവിരൽ എന്ന് പറഞ്ഞാൽ. അത് ശരിയാണല്ലോ. വധു വരൻ്റെ വിരൽ തേടി വരുമല്ലോ മോതിരം ഇടാൻ വേണ്ടി. അപ്പം വരൻ വേറെ ഏതെങ്കിലും വിരൽ കാണിച്ചു കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ആ വിരൽ ഒടിച്ചിട്ട് മറ്റേ വിരൽ നിവർത്തിയിട്ട് അതിലിട്ട് കൊടുക്കും. പിന്നെ അയാൾക്ക് ഒരു വിരൽ ഒന്നിനും കൊള്ളാതായി പോവും. അതുകൊണ്ടാണ് അവർ കറക്റ്റായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാനാണ് മോതിരവിരൽ. പറഞ്ഞ് മോതിരവിരൽ അങ്ങ് ഫോമായി. അവൻ പറയല്ലേ, ഞാനാണ് വിശുദ്ധിയുടെ വിരൽ. അത് ഞാൻ വിട്ടുപോയി. ഞാനാണ് വിശുദ്ധിയുടെ വിരൽ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അമ്പലത്തിൽ പോയാൽ പ്രസാദം തൊടുന്ന വിരലേതാ? മോതിരവിരലാണ്. നമ്മളെല്ലാവരിലും ഉണ്ടും പ്രസാദം എടുക്കുകയും നമ്മളും ഇടുകയും അടുത്ത് നിൽക്കുന്നവന് ഇട്ട് കൊടുക്കുകയും അവനും പാളയം കുറിയായിട്ട് പോവുകയൊക്കെ ചെയ്യുമെങ്കിലും പ്രസാദം തൊടേണ്ട പരിശുദ്ധമായ വിരൽ മോതിരവിരലാണ്. അപ്പോൾ വിശുദ്ധിയുടെ വിരലാണ് ഞാൻ. നിങ്ങൾ പ്രിയമുള്ളവരെ വിശുദ്ധിയിൽ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കൂ. മോതിരവിരൽ പോയി. ഞാൻ ചോദിക്കട്ടെ, ഇനി ആരാ വരാനുള്ളത്? അവന് വല്ലതും പറയാനുണ്ടോ? അവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. അവൻ ഒന്നാമത് പൊക്കമില്ല. മൈക്കൊക്കെ താഴ്ത്തി കൊടുക്കണം അല്ലേ? അവൻ വന്ന് നിന്നു. മൈക്ക് ഓപ്പറേറ്റർ ഓടിച്ചെന്നു. മൈക്കിൻ്റെ ഈ ഒരു ഭാഗം ഒഴിവാക്കി ഇത്രയും മാത്രമായിട്ട് പിടിപ്പിച്ചു. കറക്റ്റായി. അവൻ പറഞ്ഞു, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതൊക്കെ അവൻ വായിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു, എനിക്ക് പൊക്കമില്ലെന്നെ പൊക്കാതിരിക്കുവിൻ എന്ന് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണ്. എനിക്ക് പൊക്കമില്ല, എന്നെ പൊക്കാതിരിക്കുവിൻ. ഈ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞതും കുഞ്ഞുണ്ണി മാഷാണ്. ഇത് രണ്ടും അവൻ ഓവർ സ്ട്രെയിൻ എടുത്ത് ഒച്ചത്തിൽ പറഞ്ഞപ്പോൾ ആളുകളൊക്കെ ഒന്ന് സൈലൻ്റായി. ആള് കണ്ട പോലെയല്ല, വെടിമരുന്നാണ്. ഈ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം. സുഹൃത്തുക്കളെ, ഞാൻ എന്ത് പറയാനാണ് നിങ്ങളോട്? വളരെ ഇതുവരെ പറഞ്ഞ സ്റ്റൈലേ അല്ല, അവൻ നല്ല സ്റ്റൈലിലാണ് പറയുന്നത്. ഞാൻ എന്ത് പറയാനാണ് നിങ്ങളോട്? തള്ളവിരൽ, ഞങ്ങൾ അമ്മയെ പോലെ ബഹുമാനിക്കുന്ന മാതൃവിരൽ വന്ന് ഞങ്ങളോടുള്ള വാത്സല്യം വെളിപ്പെടുത്തി. ചൂണ്ടുവിരൽ വന്ന് അവൻ്റെ അധികാരം സ്ഥാപിച്ചു. എൻ്റെ മൂത്ത ചേട്ടൻ പൊക്കമുള്ളവൻ നടുവിരൽ വന്ന് അയാളുടെ പ്രതാപം വിളമ്പി. പിന്നെ ഇപ്പോൾ ഒരു ലേഡി പോയല്ലോ, ആരാ? മോതിരവിരൽ. പുള്ളിക്കാരി പറയാവുന്നതെല്ലാം പറഞ്ഞു. വിശുദ്ധയാണ്, കന്യകയാണ്, ചാരിത്രമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഞാൻ എന്ത് പറയാനാണ്? ഞാൻ ഒരു കാര്യം പറയാം. ഞാനില്ല എന്ന് വിചാരിക്കുക. ഇവരുടെ ഒരു ചിന്താഗതി അതാണ്. എന്നെ ഒരിടത്തും കൊണ്ടുപോകാറില്ല. ഞാൻ പിന്നെ കൂടെ അങ്ങ് പോവുകയാണ്. അവർ കാറിൽ പോകുമ്പോൾ ഞാൻ ഡിക്കിയിലാണ്. ശ്രദ്ധിക്കണേ, ഞാൻ പറയട്ടെ, ഞാനില്ല എന്ന് വിചാരിക്കുക. ഇവർ പൂർണ്ണരാകുമോ? വെല്ലുവിളിക്കുന്നു ഞാനിവരെ. ഞാനില്ല എന്ന് വിചാരിക്കുക. ഇവർ പൂർണ്ണരാകുമോ?
വികലാംഗം പോകണ്ട എന്ന് പറയില്ലേ ഇവന്മാർ പോകുമ്പോൾ? എല്ലാവരുടെ മുഖത്തും ഒരു ചമ്മൽ പടർന്നു. തള്ളവിരലിൻ്റെ മുഖത്തും, എന്തിന് നടുവിരലിൻ്റെ മുഖത്തും, ചൂണ്ടുവിരലിൻ്റെ മുഖത്തും എല്ലാം ചമ്മൽ പടർന്നു. മറ്റേ ലേഡിക്കൊരു മാറ്റവുമില്ല. വിശുദ്ധയാണല്ലോ. നിങ്ങൾക്ക് സംശയമുണ്ടോ ഞാനില്ലെങ്കിൽ ഇവർ പൂർണ്ണ ആവില്ല എന്ന് പറഞ്ഞപ്പോൾ? ഇതിപ്പോൾ ഊണ് സമയമാണല്ലോ, നിങ്ങൾ ഊണ് കഴിക്കാൻ പോവുകയാണല്ലോ. ഇന്ന് ഊണ് കഴിക്കുമ്പോൾ നിങ്ങൾ ഉരുട്ടിക്കഴിക്കുക. ഉരുട്ടിക്കഴിച്ചാൽ നിങ്ങൾ ഉരുട്ടിക്കഴിച്ചാൽ ഇപ്പോൾ ആർക്കും ഉരുട്ടാനൊന്നും സമയമില്ല. കാരണം ഇന്നാളൊരു വീട്ടിൽ ചെന്നപ്പോൾ ഊണുമേശയുടെ ഫ്രണ്ടിലാണ്, ഊണുമേശയിൽ തന്നെയാണ് TV വെച്ചിരിക്കുന്നത്, സൗകര്യമായി മുഖാമുഖം. അപ്പോൾ അതിൽ അമ്മായിയമ്മയുടെ മുഖത്ത് മരുമകൾ അടിക്കുമോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ട് ചോറുമായിട്ടിരിക്കുകയാണ്. അവസാനം കഴിക്കേണ്ട ചോറെടുത്ത് മരുമകൾ അടിച്ചതും അടിച്ചു കൊടുത്ത TV എറിഞ്ഞു കൊടുത്തു. അങ്ങനെയൊക്കെയാണ് ഊണ് കഴിക്കുന്നത്. ഇപ്പോൾ ഉരുട്ടാനൊന്നും അല്ല, ഊണ് തന്നെ ആര് കഴിക്കുന്നു? ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഊണിൻ്റെ പ്ലേറ്റിൽ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ മുഴുവൻ പച്ചക്കറികൾ നിരത്തിയിട്ട് അപ്പുറത്ത് വേണമെങ്കിൽ 5-6 ചോറിട്ട് ഒക്കെ കഴിക്കാനാണ് പറയുന്നത്. എൻ്റെ കാലം മാറിപ്പോയി. പക്ഷെ നിങ്ങൾ ഇന്ന് ഊണ് കഴിക്കുമ്പോൾ നിങ്ങൾ ഈ വിരലില്ലാതെ ഒന്ന് ഉരുട്ടി നോക്കുക. അത് ഉരുളയാകുമോ? ഈ വിരലില്ലാതെ ഉരുട്ടിയാൽ ഉരുളയാകുമോ? അത് ഉരുളയാവില്ല. ചിലപ്പോൾ കോഴിക്കട്ട ആയിരുന്നിരിക്കും, ഉരുളയാവില്ല. ഞാനാണ് പൂർണ്ണതയുടെ വിരൽ. എന്നെ എന്തെല്ലാമാണ് ഇവർ പറയുന്നതെന്നറിയോ? ചെറുവിരലെന്നല്ല പറയുന്നത് തന്നെ. ഇവരെന്നെ തിരുവനന്തപുരം ഭാഷയിലാണ് പറയുന്നത്. എന്തുവാ? ചെറുക്കുട്ടി വിരൽ. തിരുവനന്തപുരം ഭാഷ, അങ്ങനെ ഒരു ഭാഷയുണ്ട് കേട്ടോ. നമുക്കറിയാം ആ ഭാഷ കൊണ്ട് എത്ര പേരാ നല്ല നല്ല നിലയിലായതും, ബെൻസ് എടുത്തതും, BMW എടുത്തതും തിരുവനന്തപുരം ഭാഷ വെച്ച് മാത്രം. എത്ര പേര് ഏതൊക്കെയോ നിലയിലെത്തി. എന്താണ്? എല്ലാവർക്കും ഒരു പരിഹാസമാണ് തിരുവനന്തപുരം ഭാഷ എന്ന് പറഞ്ഞാൽ. ഞാൻ എല്ലാ ജില്ലകളിലും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും അധികം ആശയ സംവേദന ശേഷിയുള്ള ഭാഷ തിരുവനന്തപുരം ഭാഷയാണ്. പെട്ട് ചറുക്കി വീണു എന്ന് പറഞ്ഞാൽ ആസ്ട്രേലിയക്കാരന് വരെ മനസ്സിലാവും എങ്ങനെ വീണെന്ന്. ചറുക്കി വീണു അല്ലേ? ഇവിടെ അതും നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഓരോ ഏരിയയിലും മാറുമ്പോൾ അനുസരിച്ച് ഭാഷ മാറും. ഇപ്പോൾ തിരുവനന്തപുരം പ്രോപ്പറിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ബാലരാപുരത്തിന് ഇപ്പുറത്തൊക്കെയാണ് വീഴുന്നതെങ്കിൽ ഉരുണ്ടു വീണു എന്നാണ് പറയുന്നത്. ഉരുണ്ടു വീണു. ബാലരാപുരം കഴിഞ്ഞ് ഉദയംകുളങ്ങര വരെയൊക്കെ ആണെങ്കിൽ പറയുന്നത് ഉരുണ്ടടിച്ച് വീണെന്നാണ്. ഉദയംകുളങ്ങര കഴിഞ്ഞ് പാറശാല ബോർഡറിൽ പോയാൽ ഉരുണ്ടടിച്ചിട്ട് വീണെന്ന് പറയും. നാടൻ ഭാഷയാണ്, നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഭാഷയാണ്. ഇപ്പം നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും വന്ന് ഒരു പ്രാണി കടിച്ചു, വല്ലാത്ത ഒരു അസ്വസ്ഥത, പ്രാണി കടിച്ചു. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഈ ഷർട്ടിൻ്റെ ഇടയിൽ കൂടെ അതിന് ഭയങ്കര കണ്ണിങ്ങാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ചെന്ന് അതിന് ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാൻ ഇരുന്നിട്ടാണ് കടി. നമുക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. കട്ടെടുത്തിട്ട് കുടയാൻ പറ്റുമോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ? അപ്പോൾ ഞാൻ കൂടെ കൈ പുറകെ കെട്ടി തിരുക്കാനുള്ളതെല്ലാം തിരുക്കി അവൻ അവിടെ വെച്ച് തന്നെ വക വരുത്തും. അത് കഴിഞ്ഞാലോ ഭയങ്കര ഇതാണ്, നമുക്ക് വല്ലാത്തൊരു സെൻസേഷൻ, ഒരു നേരം അസ്വസ്ഥത. അതിന് നമ്മളെങ്ങനെ ഡോക്ടറോട് പറയും? എനിക്കിത് ഈ ഭാഗത്ത് ഇന്നലെ ഒരു പ്രാണി വന്ന് കടിച്ചിട്ട് എങ്ങനെ പറയും? വല്ലാത്ത നീറ്റലെന്ന് പറയും അല്ലേ? വല്ലാത്ത ഒരു എന്തുവാ ഇച്ചിങ് സെൻസേഷൻ അല്ലേ? ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥത എന്നൊക്കെ അല്ലേ പറയാൻ പറ്റും. പക്ഷേ കൊല്ലത്തുകാരെങ്ങനെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആലപ്പുഴക്കാരും മറ്റുമൊക്കെ എങ്ങനെയാണ് ഇത് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ തിരുവനന്തപുരത്തിന് മാത്രമായി ഒരു പ്രയോഗമുണ്ട്. അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർക്കും അതേ ഫീലിംഗ് വരും. അത്ര എഫക്റ്റീവാണ്. എന്താണെന്നറിയോ? ഊരലും കടിയും. തിരുവനന്തപുരം അത്ര നിഷ്കളങ്കമായ ക്രിസ്തുവിനെ പോലെ ഭാഷയാണെന്നേ. ഈ ഭാഷയിൽ അവന്മാരെന്നെ കളിയാക്കും. ആര് പറയുന്നു? ചെറുവിരൽ പറയുന്നു. എന്താ അവർ പറയുന്നതെന്നറിയോ? ചെറുക്കുട്ടി വിരൽ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഉപസംഹരിക്കുകയാണ്, ഞാൻ ചോദിക്കട്ടെ, ഇവരെല്ലാം ധീരന്മാരാണെന്ന് പറഞ്ഞല്ലോ, സ്മാർട്ടാണെന്ന് പറഞ്ഞല്ലോ, വിശുദ്ധരാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ മാത്രമാണ് വിശുദ്ധൻ. ഇവരെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്, ലേഡി ഉൾപ്പെടെ തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റെല്ലാം ചെയ്തിട്ട് വിധികർത്താവിൻ്റെ മുമ്പിൽ വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് കൈകൂപ്പി നിൽക്കേണ്ടി വരുന്ന സമയത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആരാ? ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വരലേതാ?
ചെറുവിരൽ ഞാനാണ്. ബാക്കി വീരന്മാരെല്ലാം മുട്ടുകുത്തി കിടക്കുകയാണ് അവിടെ, ഒരുത്തനെയും കാണാനില്ല. അവരെല്ലാം പിറകെ പോയി ഒളിച്ചിരിക്കുന്നു. ധൈര്യതയുടെ വിരലാണ് ഞാൻ, കുറ്റം ചെയ്യാത്ത നിഷ്കളങ്കതയുടെ വിരലാണ് ഞാൻ, പിന്നെയോ പൂർണ്ണതയുടെ വിരലാണ് ഞാൻ. നിങ്ങൾ സ്വയം ആലോചിച്ച് തീരുമാനിക്കുക ആരെ മെടുക്കാനായിട്ട് തിരഞ്ഞെടുക്കണമെന്ന്. ഈ സംഭവം കേരളമൊട്ടാകെ പറഞ്ഞിട്ട് 10-25 വർഷം കൊണ്ട് ഞാൻ ഈ കഥ പറയുന്നു. ഈ കഥ കേട്ട് പലരും ഈ കഥ പറഞ്ഞ് നല്ല സ്ഥിതിയിലൊക്കെ ആയി. ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് പേര് നല്ല നിലയിലായി ഈ കഥ പറഞ്ഞ്. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഞാൻ പറയാറില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങളെ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ ആവർത്തിച്ചെന്നേ ഉള്ളൂ. കേരളമൊട്ടാകെ ഈ കഥ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളാണെങ്കിൽ ആരെ തിരഞ്ഞെടുക്കും? ആരെ തിരഞ്ഞെടുക്കും? ആരെ തിരഞ്ഞെടുക്കും? ചെറുവിരലിനെ. ഇതാണ് പറയുന്നത്, ലാസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ലാസ്റ്റിംഗ് ഇംപ്രഷൻ. ആരെ തിരഞ്ഞെടുക്കും? ചെറുവിരൽ. അവിടെ ആരെ? ചെറുവിരൽ. വേറെ ഒരു വിരലിനെ തിരഞ്ഞെടുക്കുന്നവരുണ്ടോ? ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എല്ലാ വിരലുകൾക്കും പ്രസക്തിയില്ലേ? എല്ലാ വിരലുകൾക്കും പ്രസക്തിയില്ലേ? തള്ളവിരലിന് തള്ളവിരലിൻ്റെതായ പ്രസക്തി, ചൂണ്ടുവിരലിന് ചൂണ്ടുവിരലിൻ്റെതായ പ്രസക്തി, നടുവിരലിനും അതുപോലെ, മറ്റു വിരലുകൾക്കും അതുപോലെ, ചെറുവിരലിനും അതുപോലെ. എന്ന് പറഞ്ഞാൽ ആരും ആരെക്കാളും മോശമല്ല, ആരും ആരെക്കാളും ചിട്ടില്ല. എന്തെങ്കിലും ഒരു ടാലൻറ്റോടെ അല്ലാതെ, എന്തെങ്കിലും ഒരു വൈഭവത്തോടെ അല്ലാതെ, എന്തെങ്കിലും ഒരു സിദ്ധിയോടെ അല്ലാതെ ഒരാളെയും ഭൂമിയിൽ അയച്ചിട്ടില്ല, ഒരാളെയും. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം മറ്റാർക്കുമില്ലാത്ത കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുക. അയാളുടെ കഴിവ് കസേര തള്ളലാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ കഴിവ് മനസ്സിലാക്കുക. എന്നിട്ട് അതുപോലെയുള്ള കാര്യങ്ങളിലും ആ മണ്ഡലങ്ങളിലേക്കും പോവുക. തള്ള് എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു കലയാണ്. അപ്പോൾ അതുകൊണ്ട് ഏതാണ് തൻ്റെ മേഖല എന്ന് കണ്ടുപിടിക്കുവാൻ ഈ കഴിഞ്ഞ 3 ദിവസമായി നടന്ന ശിബിരത്തിൽ പലതും 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 നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ, പാടാനാണോ, വരയ്ക്കാനാണോ, പറയാനാണോ, പ്രഭാഷണം നടത്താനാണോ, അതോ നൃത്തം ചെയ്യാനാണോ, ഈ വിധത്തിൽ സുകുമാര കലകളിലോ മറ്റേതെങ്കിലും കലാരൂപങ്ങളിലോ ഇതുവരെ ആരും കണ്ടെത്താത്ത അന്യാദൃശ്യമായ അപൂർവമായ അത്യപൂർവമായ കലകളിലോ തനിക്ക് വാസനയുണ്ടെങ്കിൽ അത് കണ്ടെത്തുവാനുള്ള സന്ദർഭമാണിത്. ഈ പ്രായത്തിൽ അധ്യാപകരും അത് ശ്രദ്ധിക്കുക, അവരിലുള്ള കഴിവുകളെ, മികവുകളെ കണ്ടെത്തുക. നിങ്ങൾ മുഹമ്മദ് അലിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലി. അദ്ദേഹം ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലി, അദ്ദേഹം ഒരു മില്ലിലെ തൊഴിലാളിയായിരുന്നു. എത്രയോ പവർ അവിടെ ആ മില്ലിൽ ആ പവർ ജനറേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ചുവന്ന ലൈറ്റ് കത്തുമായിരുന്നു. ഒരു ദിവസം അതൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ ഉണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ആരോഗ്യത്തിൻ്റെ ആവേശത്തിൻ്റെ അതിസുന്ദരമായ ആവേശ തള്ളിച്ചയിൽ അദ്ദേഹം ഒരു ഇടിയിടിച്ചു, ലൈറ്റ് കത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഊക്ക് പവർ അത്രയേറെ ഹോഴ്സ് പവറാണെന്ന് തിരിച്ചറിഞ്ഞ് അയാളെ എങ്ങോട്ട് വിട്ടു? അവിടെ നിന്ന് പിരിച്ചു വിട്ടതല്ല, അവിടെ നിന്ന് നേരെ ബോക്സിംഗ് ഫീൽഡിലേക്ക് വരികയാണ്. അപ്പോൾ ഓരോ നമ്മുടെ സ്ട്രോക്കും ഓരോ സൂചനയാണ്. ആ സൂചനയിലേക്കും വൈഭവങ്ങളിലേക്കും പോവുക. നിങ്ങൾക്കറിയാമോ, ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം ഏതാണ്? ഏറ്റവും സമ്പന്നമായ സ്ഥലം ഏതാണ്? ഏതാ? അത് തന്നെ, അമേരിക്ക. അവിടെ റഷ്യ, ഇന്ത്യ, നല്ല കാര്യം. പാകിസ്ഥാൻ. അതാര് പറഞ്ഞത്? അപ്പോൾ ഞാൻ പറയുന്നു, ഏറ്റവും സമ്പന്നമായ സ്ഥലം ശവപ്പറമ്പാണ്. എന്താ കാര്യം? ഒരുപാട് വൈഭവങ്ങൾ, ഒരുപാട് സിദ്ധികൾ, ഒരുപാട് ടാലൻറ്റുകൾ ഉപയോഗിക്കപ്പെടാതെ അവിടെ കിടക്കുന്നു, അല്ലേ? അങ്ങനെ ശവപ്പറമ്പിൽ കൊണ്ട് കുഴിച്ചു മൂടേണ്ടതല്ല. റിട്ടേൺ അൺഓപ്പൺഡ് എന്ന് പറയുന്ന പോലെ അൺഓപ്പണായിട്ട് റിട്ടേൺ ചെയ്യേണ്ടതല്ല ദൈവം നമുക്ക് സമ്മാനിച്ച ഈ വൈഭവങ്ങൾ. ആ വൈഭവങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ഞാൻ ഈ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നല്ല മനുഷ്യരായി, നല്ല സ്വഭാവത്തോടെ, നിഷ്കളങ്കതയോടെ, സ്നേഹത്തോടെ, ആർദ്രതയോടെ, അനുകമ്പയോടെ,
മറ്റുള്ളവരോടുള്ള സമസൃഷ്ടി പ്രണയത്തോടെ ജീവിച്ച് മുതിർന്നവരെ ബഹുമാനിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടി രാജ്യത്തെ നല്ല പൗരന്മാരായി തീരാൻ വേണ്ടി നിങ്ങൾ ഈ നിമിഷം മുതൽ പ്രതിജ്ഞ സ്വയം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെങ്കിൽ നമുക്ക് നല്ലൊരു നാളെ നമുക്ക് സുവർണ ലിപികളിൽ നമ്മുടെ ചരിത്രത്തിൽ എഴുതി വയ്ക്കാവുന്ന പേരുകളായി നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ഈ കസേരകളിലിരിക്കുന്ന ഓരോരുത്തരുടെയും പേര് മാറുമെന്നും അങ്ങനെ മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ ഉച്ചനേരത്തെ എൻ്റെ സംഭാഷണം ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.